ദൈവിക വാഗ്ദത്തങ്ങൾ തികവേറിയതും ഉറപ്പുള്ളതുമാണ്. അത് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. അതെ, ദൈവിക വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് നാം ദൈവസന്നിധിയിൽ പ്രാപിച്ച് അനുദിനയാത്ര ജയകരമായി നയിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവിങ്കൽ കാക്കും. അതെ, ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിനവുകളെ കാക്കും. ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു വാഗ്ദത്തമായി നമുക്ക് പരിഗണിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മെ തകർത്ത് കളയുവാൻ നക്കവണ്ണം നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവം നമ്മൾക്ക് ജയം നൽകി വിടുവിക്കുന്നതായി കാണുവാൻ കഴിയും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനായി നാം പ്രാർത്ഥിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതെ, ദൈവവചനം നാം പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് നിയമം ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം. അതെ, ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. പിന്നെയും നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത്, ദൈവം ഇതാ നിങ്ങളോടുകൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടിലെ മൃഗങ്ങളും സകല ജീവജന്തുക്കളും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ഞാൻ ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അതെ, ദൈവം നിയമം ചെയ്തിരിക്കുകയാണ്. ദൈവം സർവശക്തനാണെങ്കിലും വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്ത ദൈവമാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്തു, അതവർക്കൊരു ശത്രുത നിയമമായിരിക്കും. അതെ, ദൈവം തൻ്റെ ഭക്തന്മാരോട് സമാധാന നിയമം ചെയ്യുന്ന ദൈവമാണ്. അതെ, ആ നിയമം ശാശ്വതമായ നിയമമായിരിക്കും. അതെ, പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് യെശയ്യാ 26-3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അതെ, നിയമം ചെയ്ത് ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ഭക്തനെ ദൈവം തൻ്റെ സമാധാനത്തിൽ കാക്കും. അതെ, ദൈവഭക്തന് ആവശ്യമായ ഒരു ഉത്തേജക വസ്തുവാണ് എന്ത്? സ്ഥിരമാനസൻ നിന്നിലാശ്രയം വയ്ക്കുന്നത് കൊണ്ട്. അതെ, സ്ഥിരമനസ്സ്, ദൈവത്തിലുള്ള ആശ്രയം, ഇത് ജീവിതത്തിൽ